മാമാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പം ഫ്രൈഡേ ആകുമ്പോഴത്തേക്ക് അറിയാമല്ലോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണമെന്ന് മനസ്സിലൊരാഗ്രഹം. അപ്പോൾ പെട്ടെന്ന് തോന്നി ഇന്നൊരു വെറൈറ്റി ഡിഷ് ആയിക്കോട്ടെ. അതായത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പെരി പെരി ചിക്കൻ മന്തി റൈസാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഇതിൽ വേണ്ടൂ കേട്ടോ. വലിയൊരു സംഭവമല്ല, വളരെ ഈസി ആയിട്ട് നമുക്കത് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. അതിനുമുമ്പ് വീണ്ടും പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് തരിക. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി നമ്മുടെ പെരി പെരി ചിക്കൻ മന്തി പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം. അതിലേക്ക് ആവശ്യമായി ആദ്യം ഞാൻ ഏകദേശം 1 കിലോ ചിക്കനാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് റൈസിലേക്ക് 1 കിലോ ചിക്കൻ. അത് വലിയ പീസാക്കി തന്നെയാണ് എടുത്തത് കേട്ടോ, ചെറുതാക്കിയിട്ടില്ല. ഒരു ഗുമ്മിനിരിക്കട്ടെ എന്ന് കരുതി. വലിയ പീസില്ല, മന്തിയിൽ ഇങ്ങനെ വലിയ പീസ് ചിക്കൻ കാണുന്ന ഭയങ്കര രസമൊക്കെ കാണാൻ. പിന്നെ നമുക്ക് എടുക്കുന്ന സമയത്ത് പോർഷനാക്കി എടുക്കാമല്ലോ. അത് നല്ലതുപോലെ ഉള്ളിങ്ങനെ വരഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പെരി പെരി സോസ്, ചിക്കനിലേക്കും റൈസിലേക്കും ആവശ്യമായ പെരി പെരി സോസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ പെരി പെരി സോസ് നമുക്ക് തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ ഒരു 15 മിനിറ്റ് മതി കേട്ടോ. എന്നാലും ഞാൻ അരമണിക്കൂറോളം ഇളം ചൂടുവെള്ളത്തിൽ, നല്ല ചൂടുവെള്ളമായാലും കുഴപ്പമില്ല, ഇളം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച വറ്റൽമുളകാണ്. കാശ്മീരി മുളകല്ല, കാശ്മീരി മുളകാണെങ്കിൽ അതായാലും ഉപയോഗിക്കാം. ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. 10, 15, 16 എണ്ണം ഉണ്ട് കേട്ടോ ഒരു 3 കപ്പ് റൈസിന്. ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അതിലേക്ക് നമുക്ക് ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് അതിലേക്ക് ഇടാനുള്ളത് ഒരു 10, 12 ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഒരു 10, 12 വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു നാരങ്ങയുടെ ഫുൾ ജ്യൂസ്, അത് വലിയ നാരങ്ങയാണെങ്കിൽ 1 നാരങ്ങ മതി. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചെറിയ നാരങ്ങയാണെങ്കിൽ 2 നാരങ്ങയുടെ ഫുൾ ജ്യൂസ് കൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇതിനെ മിക്സിയിൽ വെച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കി പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, രസമുണ്ടല്ലേ. എനിക്ക് ഇങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ മന്തി ഉണ്ടാക്കുന്നുണ്ടല്ലോ, ബിരിയാണിയുടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഈസിയാണ് കേട്ടോ മന്തി ഉണ്ടാക്കുന്ന സംഭവം. അതിൽ ഇൻഗ്രീഡിയൻസും കുറവാണ്, നമുക്കുള്ള എഫേർട്സും കുറവാണ്, എല്ലാം കുറവാണ്. അതിലേക്ക് നമുക്ക് തക്കാളി വേണ്ട, ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി വേണ്ട. അങ്ങനെ നോക്കുമ്പോൾ ചിലവും കുറവാണ് കേട്ടോ. അതിൻ്റെ പ്രോസസ്സിങ്ങും വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് തോന്നും മന്തി റൈസ് നിൽക്കുമ്പം എന്തോ ഒരു സംഭവമാണ്. ഒന്നുമല്ല, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. ഇതിന് നല്ലതുപോലെ നമുക്ക് ഒന്ന് ഫൈനാക്കി അരച്ച് എടുക്കാം ആദ്യം. അപ്പോൾ ഉണ്ടോ, നല്ല ഫൈനായിട്ട് ഞാൻ നമ്മുടെ ആ സോസിൻ്റെ കൂട്ടിനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ, എടുത്ത റൈസിൻ്റെ അളവും ചിക്കൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഒരു സ്പൂണും സ്വല്പവും കൂടി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി അതിനെ ഒന്ന് ഫൈനാക്കി അരച്ച് നമുക്കെൻ്റെ മസാല റെഡിയാക്കാം. ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രോസസ്സിങ് കേട്ടോ. അപ്പോൾ നമ്മുടെ പെരി പെരി ചിക്കനിലേക്കുള്ള മസാല ഞാൻ ഏകദേശം ഒരു പകുതിയോളം എടുത്തു വെച്ച മസാലയുടെ ഒരു പകുതിയോളം പോർഷൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു മാക്സിമം ടൈം നമുക്ക് എത്ര കിട്ടുമോ അത്രയും ടൈം ഇത് നമ്മൾ മസാല പുരട്ടിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അത് അത്രയും സോഫ്റ്റ് ആവും. ചിക്കൻ പെട്ടെന്ന് കുക്കാവും, ടേസ്റ്റി ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലതുപോലെ മസാല ചേർത്ത് കൊടുക്കുക. ബാക്കി മസാല നമുക്ക് റൈസിലേക്ക് ആവശ്യമുണ്ട്, അത് മാറ്റി വയ്ക്കുക. ഓക്കെ, ഞാനിപ്പോൾ മാക്സിമം 2 മണിക്കൂർ എനിക്ക് വെക്കാനുള്ള ടൈമുണ്ട്. 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. ഇത് കണ്ടോ, ഇന്ന് നമ്മുടെ വീട്ടിൽ വന്ന ഒരു അതിഥിയാണ്.
കിച്ചണിൽ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴും മോൻ വന്ന് പറഞ്ഞു, ഉമ്മ ഒന്ന് ഓടി വന്നേ എന്നും പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ കണ്ട രംഗ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ആ സമയത്ത് നമ്മളങ്ങനെ അടുത്ത് കണ്ടിട്ടില്ലല്ലോ, മയിലിനെ അടുത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല. നമ്മളെ തൊട്ടടുത്ത വീടിൻ്റെ മതിലില്ല, നമ്മുടെ മതിലല്ല, തൊട്ടടുത്തുള്ള മതിലില്ല. പിന്നെ ആ മയിൽ നമ്മളെ ചക്കമരത്തിലേക്ക് ചാടിക്കയറി കുറേ സമയം അതിലുണ്ടായിരുന്നു. നോക്കിക്കേ. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്ത് നമ്മുടെ ചിക്കനെ ഫ്രൈ ആക്കാനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഒലിവ് ഓയിലല്ല, സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഒലിവ് ഓയിൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ, വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക. അതിലേക്ക് നമുക്ക് ചിക്കൻ പീസസിനെ ആദ്യം ഹൈ ഫ്ലെയിം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, എങ്കിൽ അതിൻ്റെ അകമെല്ലാം നല്ലതുപോലെ വേഗത്തിൽ. ബാക്കി ഈ സൈഡിലൊക്കെ ഉള്ള മസാലയൊക്കെ അതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. ഇനി നമുക്ക് റൈസിൻ്റെ ഒരു പ്രോസസ്സിങ് കൂടി മാത്രമേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ് മന്തി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഭയങ്കര ഈസിയാണ്. ബിരിയാണിക്കാണെങ്കിൽ എന്ത് പ്രോസസ്സിങ്, എത്ര ഇൻഗ്രീഡിയൻസും വേണമെന്നറിയോ, ഭയങ്കര ചിലവ്, എക്സ്പെൻസീവാണ് ബിരിയാണിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ എക്സ്പെൻസ് കുറവുമാണ് കേട്ടോ. നമ്മുടെ ഈ ഡിഷിന് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അതിൻ്റെ ഒരു കണക്കുണ്ട്. നമ്മുടെ റൈസ് വേകുന്നതിൻ്റെ ഒരു ടെക്സ്ചർ, ഇതിൽ ചേർക്കുന്ന മസാലക്കൂട്ടിൻ്റെ ഒരു ടെക്സ്ചർ, അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ചുരുക്കാക്കി മന്തി നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാൾ നമുക്ക് സൂപ്പർ മന്തി നമുക്ക് വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സിങ് എന്താ, റൈസ് ഒന്ന് റെഡിയാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രോസസ്സിങ് റൈസ് റെഡിയാക്കാം. അതിലേക്ക് ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് ഞാൻ റൈസ് കുക്ക് ചെയ്യുന്നതും. ആദ്യം നമുക്കതിലേക്ക് 2-3 പട്ട ഇട്ട് കൊടുക്കുക, ഏലക്ക ഇട്ട് കൊടുക്കുക, 2-3 കുരുമുളക്, 2 ബേ ലീഫ്. അതിനുശേഷം ഇതിലേക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ആ ടൈമിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയതിന് ഒരു 10-15 വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 10-15 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 10 എണ്ണമൊക്കെ മതി. ഈ വെളുത്തുള്ളിയെ കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒത്തിരി ഒരു ബ്രൗണിഷ് കളറായിട്ട് അതിലേക്ക് നമുക്ക് ഒരു സവാള, വലിയൊരു സവാളയാണെങ്കിൽ ഒരു സവാള മതി, ചെറുതാണെങ്കിൽ 2 സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഒരു സൈഡ് കുക്കായിട്ടുണ്ട് കേട്ടോ, അടുത്ത സൈഡ് മറിച്ചിട്ടിരിക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ട്. സംഭവം സൂപ്പറാട്ടാ, പെരി പെരി ചിക്കൻ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഏകദേശം ഒരു ബ്രൗണിഷ് കളറായ ടൈമിൽ ഞാൻ എടുത്തു വെച്ചിരുന്ന സവാള കൂടി ആഡ് ചെയ്തിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള കുറച്ച് ഒരു ബ്രൗണിഷ് കളറാവണം. അതിന് ശേഷം ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ചിക്കൻ്റെ മാഗിയുടെ ക്യൂബാണ്, ഓപ്ഷണലാണ് കേട്ടോ, ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ്. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിന്ന് ഇതുകൂടി ആഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇതും കൂടി ഇട്ട് കൊടുക്കുക. കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബാക്കി വന്ന നമ്മുടെ സോസ് ഉണ്ടല്ലോ, പെരി പെരി സോസ്, അത് കൂടി ഈ കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ട് യോജിപ്പിക്കുക. സവാള ഒരെണ്ണം കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ഈ വലിയ ഒരെണ്ണം ആയതുകൊണ്ട് ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. നമുക്കിതിനെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റൈസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഈ ടൈമിൽ നമുക്ക് സോക്ക് ചെയ്ത് കുതിർത്ത് വെച്ചിരുന്ന അരിയെ നല്ലതുപോലെ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കപ്പിന്റെ അളവിൽ 3 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം ആണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ 4.5 കപ്പ് വെള്ളം, ചൂട് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഈ റൈസിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഈ ഒരു കൂട്ടുമായിട്ട് അതിനെ യോജിപ്പിക്കുക. നമ്മുടെ ഈ കൂട്ടുമായിട്ട് നല്ലതുപോലെ ഈ റൈസിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ 4.5 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ടൈമിൽ ഒരു ഡ്രൈ ലെമൺ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ് സംഭവം. അപ്പോൾ നമ്മുടെ റൈസ് നമ്മുടെ പെരി പെരി മസാലക്കൂട്ടുമായിട്ട് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ആ 4.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിന് വേവ് കൂടുതലാണ് കേട്ടോ. നമ്മുടെ കൈമ റൈസിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ റൈസിന് വേവ് കൂടുതലാണ്. അഥവാ ഇൻ കേസ് ലാസ്റ്റ് പ്രോസസ്സിങ് എത്താറാവുന്ന സമയത്ത് വെന്തില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് വിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനെ ഹൈ ഫ്ലെയിമിൽ കുറച്ച് സമയം കുക്ക് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് മാക്സിമം ടൈം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം ഒരു പെൺമയിലും കൂടി എത്തി. മനസ്സിലായോ? ഏട്ടനെ തിരക്കി വന്നതാ. ആളിതിൻ്റെ മുകളിലിരിക്കുക. മറ്റു മയില് ആൺമയില് ഇതിൻ്റെ മുകളിലിരിക്കുക, ഏറ്റവും മുകളിൽ. ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അങ്ങനെ നമ്മുടെ മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വേവ് തന്നെയാണ്. ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും കൂടി പിന്നെ ആഡ് ചെയ്ത് കൊടുത്തു. കാരണം ഇത്തിരി വേവ് ഉണ്ടായിരുന്നു കേട്ടോ. അരിക്ക് കുറച്ചുകൂടി കുക്കാവേണ്ട ഒരു ആവശ്യം തോന്നി. ഇന്ത്യ ഗേറ്റിൻ്റെ സെല റൈസാണ് ഞാനിത് എടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുക്കാക്കി വെച്ച നമ്മുടെ പെരി പെരി ചിക്കനും കൂടി ചേർത്ത് നമ്മുടെ റൈസിനെ സെറ്റാക്കിയെടുക്കാം. സംഭവം കിടക്കാച്ചി ആയിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ഒരു സാധനം കുക്ക് ചെയ്ത് പെർഫെക്റ്റ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഇനി ഇതിൽ നമുക്ക് ഒരു ഫ്ലേവർ കൂടി വരുത്താം. ലാസ്റ്റ് പ്രോസസ്സിംഗ് ആണ് കേട്ടോ. ഒരു ചാർക്കോൾ കൂടി നമ്മളിതിൽ കത്തിച്ച് ഒരു ബൗളിലാക്കിയിട്ട് ഞാൻ അതിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പുകയിൽ നിന്ന് വരുന്ന ഒരു ഫ്ലേവറുണ്ട്. അതാണ് ഈ ചോറിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ കണ്ടോ നല്ല പുക വരുന്നുണ്ട്. അപ്പോൾ തന്നെ പാൻ അടച്ചു വയ്ക്കുക. അപ്പോൾ സംഭവം എല്ലാം ഇതിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ ഈ കുട്ടി അങ്ങ് വിടുക. ഓക്കെ, ഇതിൽ വെച്ചിരിക്കുന്ന സ്മോക്കി ഫ്ലേവർ ഉണ്ടല്ലോ നമ്മുടെ ചാർക്കോളിൻ്റെ, അതും നമ്മുടെ പെരി പെരി ചിക്കൻ്റെ ഫ്ലേവേഴ്സും എല്ലാം കൂടി നമ്മുടെ റൈസിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അടിപൊളി പെരി പെരി ചിക്കൻ മന്തി റെഡി. അതിന് കുറച്ച് കഴിഞ്ഞ് നമുക്കത് സെർവ് ചെയ്ത് എല്ലാവർക്കും കൂടി കഴിക്കാം. ഓക്കെ കുഞ്ഞുങ്ങൾസ്, സംഭവം കിടുക്കാച്ചിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലേവർ വരുന്നുണ്ട്, നല്ല മണം അടിക്കുന്നുണ്ട്. ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ റൈസ് കുറച്ച് ടൈം ഇരിക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ സെപ്പറേറ്റ് ആവുമെന്ന്. റൈസ് നല്ലതുപോലെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സംഭവം സൂപ്പറാട്ടാ. നമുക്കൊന്ന് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ,
ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പെരി പെരി മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡേ സ്പെഷ്യലാണ്. കിടുക്കാച്ചിയ സംഭവം ഉണ്ടല്ലോ, കിടുക്കാച്ചിയ സംഭവം. റൈസൊക്കെ കണ്ടോ, കറക്റ്റ് ആ ടെക്സ്ചറിൽ. എന്റെ മക്കള് പറഞ്ഞു വെന്ത് പോകും, കുഴഞ്ഞു പോകും, ഉമ്മ വെച്ചാൽ ശരിയാകില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചിക്കനൊക്കെ ഉണ്ടല്ലോ, കണ്ടോ, നല്ല ജ്യൂസി ആയിട്ടുണ്ട്, കറക്റ്റ് വെന്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ മാക്സിമം വെച്ചിരുന്നാൽ അത്രയും കുക്കാവും കേട്ടോ, സോഫ്റ്റും ആവും. നല്ല സോഫ്റ്റ് ആട്ടോ ചിക്കനൊക്കെ, കണ്ടോ. അതിന്റെ കൂടെ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയതാണ് കേട്ടോ, മയോണൈസ് വീട്ടിൽ തന്നെ. അതുപോലെ ടൊമാറ്റോ, കുറച്ച് വെളുത്തുള്ളി, മല്ലിയില, പച്ചമുളക്, സ്വല്പം ഉപ്പ് എല്ലാം കൂടെ ചേർത്ത ഒരു സൈഡ് ഡിഷ്. അതിന്റെ കൂടെ ഒരു ജ്യൂസ് കൂടെ ഇരിക്കട്ടെ എന്ന് കരുതി, പൈനാപ്പിളിന്റെ ജ്യൂസും കൂടി ആക്കിയിട്ടുണ്ട്. സംഭവം എന്തായാലും കിടുക്കാച്ചി കേട്ടോ. ഒരൊറ്റ സവാളയെ വേണ്ടി വന്നത്, 3 കപ്പ് റൈസിന് നമുക്ക് വേണ്ടി വന്നത് ഒരൊറ്റ സവാളയ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എന്റെ ഫ്രൈഡേ സ്പെഷ്യൽ പെരി പെരി മന്തി റൈസ്. അപ്പോൾ തൽക്കാലം നമ്മൾക്ക് ബൈ പറയാം. എല്ലാവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ പറയുന്നു. അസ്സലാമു അലൈക്കും.